ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ സുധീഷ് ട്രാവൽ ബ്ലോഗ്സ്. ഇന്ന് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്ന ഒരു പുതിയൊരു സംരംഭത്തെക്കുറിച്ചാണ്. നിങ്ങൾ കേട്ട് പരിചയമുണ്ടാവും. എന്താണെന്ന് നമുക്ക് കാണാം. അതായത് കുറേ കാലമായി ചെങ്കലിന് ക്ഷാമം നേരിടുന്ന നമ്മുടെ കേരളത്തിൽ ഇനി വീട് നിർമ്മാണത്തിനും മറ്റ് കെട്ടിട നിർമ്മാണ പ്രവർത്തനങ്ങൾക്കും ചെങ്കലിന് പകരമായി ഏറ്റവും സുരക്ഷിതമായി ഉപയോഗിക്കാവുന്ന പുതിയൊരു സംരംഭമാണ് നിങ്ങൾക്ക് എൻ്റെ ഈ ചാനൽ കൂടി പരിചയപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നത്. അതായത് ചെങ്കൽ മണ്ണും സിമൻറ്റും കൃത്യമായ അനുപാതത്തിൽ മിക്സ് ചെയ്ത് ഹൈഡ്രോളിക് കംപ്രസ്സിൽ വെച്ച് ശാസ്ത്രീയമായി ബലപ്പെടുത്തിയെടുക്കുന്നതിലൂടെ മികച്ച ഫിനിഷിങ്ങിനോടും ബലത്തോടും കൂടിയ മൺകല്ലാണ് നമുക്ക് ലഭിക്കുന്നത്. അതായത് നമുക്ക് കൂടുതൽ അറിയുവാനും കാണാനും നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഹായ്, അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അതായത് ഇതിൻ്റെ പ്രോസസ്സ് ആദ്യമായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞുതരാം. ആദ്യം തന്നെ നമ്മൾ ചെങ്കല്ലിൻ്റെ മണ്ണ് നമ്മൾ ആദ്യം ഫിൽട്ടർ ചെയ്തെടുക്കണം. അതായത് ഫിൽട്ടർ ചെയ്യാൻ വേണ്ടി ഒരു പ്രത്യേകം സജ്ജീകരിച്ചെടുത്ത ഒരു ബോക്സ് ഉണ്ട്. ആ ബോക്സിനകത്തേക്ക് നമ്മൾ ഇറ്റാച്ചി വഴിയോ ഇല്ലെങ്കിൽ JCB വഴിയോ ഇല്ലെങ്കിൽ മാനുവലായിട്ടോ മണ്ണ് കോരി ബോക്സിലേക്ക് ഇടുന്നു. ആ മണ്ണ് ഇലക്ട്രിക്കൽ വൈബ്രേറ്റർ ഉപയോഗിച്ച് നന്നായിട്ട് വൈബ്രേറ്റ് ചെയ്ത് താഴെ കളക്ട് ചെയ്യുന്നതാണ്. അതാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിനുശേഷം ആ മണ്ണ് നമ്മൾ കൊട്ടയിൽ വാരി നമ്മൾ സെപ്പറേറ്റ് സജ്ജീകരിച്ച ഒരു വെസലിലേക്ക് ഡംപ് ചെയ്യുന്നു. ആ മണ്ണിൻ്റെ കൂടെ നമ്മൾ സിമൻറ്റും ഒരു കൃത്യമായ അനുപാതത്തിൽ, അതായത് ഏകദേശം 50 കിലോ സിമൻറ്റിന് 30 കല്ല് എന്ന കണക്കാണ്. അങ്ങനെ മിക്സ് ചെയ്ത് നമ്മൾ ഈ വെസലിലേക്ക് ഏകദേശം നിറയുന്നിടം വരെ ഡംപ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അങ്ങനെ ആ മണ്ണിനെയും സിമൻറ്റിനെയും നമ്മൾ കൺവേർട്ട് ചെയ്ത് വേറൊരു മിക്സർ യൂണിറ്റിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു. ആ മിക്സർ യൂണിറ്റിൽ ആ മണ്ണും സിമൻറ്റും വീണതിന് ശേഷം ഒരു കൃത്യമായ അനുപാതത്തിൽ വെള്ളം തളിച്ചു കൊടുത്ത്, അത് നമ്മൾ സെപ്പറേറ്റ് തളിക്കേണ്ട, നമ്മൾ ഓൾറെഡി അതിൽ എല്ലാം സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നതാണ്. അതുകൊണ്ട് ഓട്ടോമാറ്റിക്കായിട്ട് വെള്ളം വീഴുന്നതാണ്. അങ്ങനെ ഏകദേശം ഒരു കുറച്ച് ടൈം നന്നായി ഈ മണ്ണും സിമൻറ്റും മിക്സ് ചെയ്തതിന് ശേഷം അതിനെ നമ്മൾ വേറൊരു യൂണിറ്റിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നതാണ്. നമുക്ക് ആ വീഡിയോ കണ്ടുകൊണ്ടിരിക്കാം. ഏകദേശം മിക്സിങ് കഴിയാറായി, നന്നായി മിക്സായി എന്ന് നമുക്ക് അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് കാണുമ്പോൾ. അങ്ങനെ മിക്സർ യൂണിറ്റിൽ നന്നായിട്ട് മിക്സായ മണ്ണ് നമ്മൾ കൺവെയർ യൂണിറ്റ് വഴി കൺവെയർ ബെൽറ്റിലൂടെ നമ്മൾ കംപ്രസിങ് യൂണിറ്റിൻ്റെ വേറൊരു വെസലിലേക്കാണ് ഇപ്പോൾ ട്രാൻസ്ഫർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ മണ്ണെല്ലാം പോയി അവിടെ കൺവെയർ യൂണിറ്റിൽ നിന്ന് കംപ്രസിങ് യൂണിറ്റിൻ്റെ വെസലിലേക്ക് കളക്ട് ചെയ്യുന്നു. അതിനുശേഷം ആ മണ്ണ് കംപ്രസിങ് യൂണിറ്റിൽ കൂടി താഴേക്ക് വന്ന് അത് സെപ്പറേറ്റ് തയ്യാറാക്കിയ ക്യൂമോൾഡിൻ്റെ അറയിലേക്ക് ഫില്ല് ചെയ്യപ്പെടുന്നു. അങ്ങനെ ക്യൂമോൾഡിൻ്റെ അറ ഫില്ലായി കഴിയുമ്പോൾ ഹൈ പ്രഷറിൽ, അതായത് ഏകദേശം 20,000 ടണ്ണ് താഴെ നിന്നും മുകളിൽ നിന്നും ഹൈഡ്രോളിക് പ്രഷർ വഴി നന്നായി പ്രസ് ചെയ്ത് അത് ഒരു ക്യൂ മോൾഡിൽ നിന്ന് നല്ലൊരു കാഠിന്യമുള്ള ഒരു ബ്ലോക്കായി മാറുന്നു. അതിനുശേഷം ആ ബ്ലോക്ക് ഓട്ടോമാറ്റിക്കായി റിലീസായി വരുന്നത് നമുക്ക് കാണാം. ആ ബ്ലോക്കിനെയാണ് നമ്മൾ മാനുവലായി എടുത്ത് സുരക്ഷിതമാക്കി മാറ്റി വേറൊരു സ്ഥലത്ത് വെക്കുന്നത്. ആ ക്യൂബ് അല്ലെങ്കിൽ ആ മൺകട്ട ഏകദേശം നല്ല കട്ടിയാകാൻ വേണ്ടി ഏകദേശം 9 ദിവസം 9 days എടുക്കുന്നുണ്ട്. അപ്പോഴത്തേന് അവൻ നല്ല പൂർണ്ണ കട്ടിയുള്ള നല്ലൊരു ബ്ലോക്കായി മാറും. ഏകദേശം ഒരു 20 ടൺ പ്രഷറിലാണ് അവൻ കംപ്രസ് ചെയ്യുന്നത്. അതായത് താഴെ നിന്നും മുകളിൽ നിന്നും ഒരു 20 ടൺ പ്രഷറിലാണ് കംപ്രസ് ചെയ്യുന്നത്.
ആ കംപ്രസിൽ മാക്സിമം നല്ല കപ്പാസിറ്റിയിലാണ് ആ ബ്ലോക്ക് റിലീസായി വരുന്നത്. അപ്പം റിലീസ് ചെയ്തെടുത്ത ബ്ലോക്കുകളാണ് നമ്മളീ കാണുന്നത്. കാണാൻ നല്ല ഭംഗിയും നല്ല ക്വാളിറ്റിയും ഉള്ള ബ്ലോക്കുകളാണ്. അങ്ങനെ ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യാൻ മറക്കല്ലേ. നമ്മളുടെ വീടുകൾക്കും അതുപോലെ വേറെ ബിൽഡിങ്ങുകൾ പണിയാനും നല്ല ബ്ലോക്കാണ്, നല്ല ക്വാളിറ്റിയുള്ള. അപ്പോൾ ഈ വീഡിയോയുടെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. അഥവാ ഡീറ്റെയിൽസ് കിട്ടാത്തവർ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ഇട്ടാലും മതി. അപ്പം നമ്മുടെ ഓർഡർ ആവശ്യാനുസരണം ഏത് രീതിയിലുള്ള ബ്ലോക്കും റെഡിയാക്കി തരുന്നതായിരിക്കും.